ഈ ക്യാമ്പിൻ്റെ പേര് തന്നെ ദ ബ്രോക്കൺ എന്ന് പറയുന്ന ഒരു പേരാണ് ഞങ്ങൾ ഇടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് ഇവിടെ വളരെ രസകരമായിട്ടൊരു രീതിയിലാണ് ഈ ക്യാമ്പുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ പങ്കെടുക്കുന്നവർ തന്നെ ഞങ്ങളുടെ സന്യസ്തരായിട്ടുള്ള വൈദികരാണ്. അപ്പോൾ ഇത് അതിൻ്റെ കാരണം തന്നെ ഒരു ഞങ്ങളുടെ സെൻറ്റിനറി MCBS സഭയുടെ സെൻറ്റിനറിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഒരുക്കത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രിപ്പറേഷന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്യുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാർപ്പ് എന്ന് പറയുന്ന കലാസംഘടനയാണ്. ആ കലാകൂട്ടായ്മ സമാന ചിന്താഗതികളുള്ള കലാകാരന്മാരുടെ, അതിൽ കൂടുതലും പേര് സന്യസ്തരായിട്ടുള്ള വൈദികരുണ്ട്, സന്യസ്തരുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറേ പേര് മാത്രമാണ് ഇതിൽ പങ്കെടുക്കുന്നത്. അത് വളരെ പ്രചോദനാത്മകമായ രീതിയിൽ അവരുടെ സാന്നിധ്യം ഈ ക്യാമ്പിനെ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നുണ്ട്. ഒപ്പം ആദ്യമായിട്ട് വരയ്ക്കുന്ന വൈദികരായിട്ടുള്ള സന്യാസരായിട്ടുള്ള MCBSലെ കലാകാരൻ, അതാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. അത് സഭയിലെ ഈ ഒരു കൂട്ടായ്മ ഒന്നിച്ച് ചേരുകയും അതിൽ പങ്കെടുത്തുകൊണ്ട് വരയ്ക്കുന്നതിലൂടെ ദ ബ്രോക്കൺ എന്ന് പറയുന്നത്, അപ്പോൾ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഞങ്ങളുടെ സഭയുടെ ആശയം തന്നെ ടു ബി വിത്ത് ഹിം ആൻഡ് ടു ബി ബ്രോക്കൺ. അപ്പം മുറിക്കപ്പെടുകയും അവനോടുകൂടി ആയിരിക്കാനും പങ്കുവയ്ക്കപ്പെടാനുമുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായൊരു സഭ, ഞങ്ങളുടെ സഭയുടെ അടിസ്ഥാനം തന്നെ. ആ ഒരു അടിസ്ഥാനത്തെ ആശയപ്പെടുത്തിയാണ് ഞങ്ങൾ ഈ ഒരു ക്യാമ്പിനും ആ പേര് തന്നെ ഇട്ടിരിക്കുന്നത്. അതിന് വളരെ രസകരമായ രീതിയിലാണ്, വളരെ സന്തോഷകരമായ രീതിയിൽ ഈ 2 ദിവസം കടന്നുപോയി. വ്യത്യസ്തങ്ങളായ രീതിയിലാണ് ഓരോ കലാകാരന്മാരും അവരുടെ ചിത്രങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ തന്നെ നിറങ്ങളുടെ വിന്യാസ രീതികളും ചിത്ര ശൈലികളുമൊക്കെ വ്യത്യസ്തങ്ങളാണ്. ഇപ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്നവരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവുള്ളവരൊക്കെ ഉണ്ട്. പക്ഷേ ഈ കലാകൂട്ടായ്മയുടെ എക്സ്പീരിയൻസ് ഉള്ള കലാകാരന്മാരുടെ സാന്നിധ്യം വളരെ സന്തോഷകരമായിട്ട് ഇത് പൂർത്തിയാക്കാൻ സഹായിച്ചു എന്നുള്ളത് ഇതൊരു ആരംഭം മാത്രമാണ്. ഞങ്ങളുടെ ഒരു സെൻറ്റിനറിയുടെ ആഘോഷത്തിൻ്റെ ഒരു ആരംഭം മാത്രമാണ്. ഇതിൻ്റെ വരും നാളുകളിൽ ഒരുപക്ഷെ പുറത്തുനിന്നുള്ള നല്ല വലിയ കലാകാരന്മാരെ കുറിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ടും കൂടുതൽ MCBS സഭയുടെ വൈദികരായിട്ടുള്ള കലാകാരന്മാരും അല്ലെങ്കിൽ പഠിക്കുന്ന വൈദിക വിദ്യാർത്ഥികളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനുള്ളൊരു ആഗ്രഹം കൂടെയുണ്ട്. അത് പിന്നീട് വരുന്ന നാളുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നടത്തപ്പെട്ട ഈ 2 ദിവസത്തെ ക്യാമ്പ് വളരെ വിജയകരമായിട്ട് പൂർത്തിയാകുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായിട്ടും അതിൻ്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം.